ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് എടുക്കുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനിപ്പോൾ ഇതാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ നമ്മളുടെ ഈ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പല്ലൊക്കെ തേച്ചു ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ നമ്മളുടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായക്ക് ഇന്ന് ഇഡ്ഡലി ഉണ്ട്, ചട്നി ഉണ്ട്, ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. വന്നിട്ട് ഇത് അമ്മയുടെ ചമ്മന്തി കിടുവാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. മീമി കിട്ടിയാ? എന്ത് മീമി? മത്തേ. ഇതെന്താണ്? മത്തി. അപ്പോൾ ഇതേ ചേച്ചിയുടെ പുത്രനാണ് കേട്ടോ ഇതേ ഈ ഇരിക്കുന്നത്. ഇതേ എൻ്റെ പുത്രി ഇതേ താഴത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വാക്സിനേഷൻ ചെയ്യാണ്ടായിരുന്നു. മോന് വാക്സിനേഷൻ ഉണ്ടായിരുന്നു, മോൾക്ക് വിറ്റമിൻ എ ആയിരുന്നു കേട്ടോ കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളുടെ ഈ ഹെൽത്ത് സെൻറ്റർ വരുന്നത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് വേണമെങ്കിൽ പറയാം, എന്തെങ്കിലും കാണിച്ചു തരാം കേട്ടോ. അത്രയ്ക്കും ഒരു നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഹെൽത്ത് സെൻറ്ററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളുടെ വീട്, ഇത് നമ്മളുടെ വീട്, ഇത് നമ്മളുടെ ഹെൽത്ത് സെൻറ്റർ. ഇത് നമ്മുടെ ഹെൽത്ത് സെൻറ്റർ. ഇത്രയും ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും പോയിട്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. കണ്ടോ, എന്താണ് ഹോംലി ഹെൽത്ത് കെയർ ഷെൽട്ടർ, പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇതേ നമ്മൾ കൊടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് വാക്സിനേഷൻ ഉണ്ട് എന്നുള്ള ഓർമ്മയിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1.5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 5 വയസ്സിലാണല്ലോ ഉള്ളത്. അപ്പോൾ മോന് കൊടുത്തതിൻ്റെ, മോന് 3 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. 2 കയ്യുമ്മലും 1 കാലുമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് കൊടുത്തതിൻ്റെ മരുന്നാണ് അവളുടെ കയ്യിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ വീടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, റൂമൊക്കെ ഫുൾ പൊടി, എന്താ പറയുക, അടിച്ച് തൂത്ത് തുടയ്ക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു പൊടിയും ഇല്ലാത്ത രീതിയിൽ നമ്മൾ അത്രയും ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മളുടെ ഫാനും അതേപോലെ തന്നെ കേട്ടനും കാര്യങ്ങളും എല്ലാതും ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഹലോ. അപ്പോൾ ഇതേ ഇപ്പോൾ നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഫ്രഷായി ഇപ്പോൾ ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നേ ഉള്ളൂ. സമയം 3 മണി ആയിട്ടുണ്ട്. ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ, നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാണോ നമ്മുടെ വീഡിയോയിൽ അമ്മയ്ക്ക് മറ്റേ ഹെർണിയല്ലേ, അതിൻ്റെ സർജറി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ അഡ്മിറ്റിനായിട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ക്ലീനിങ് ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞായറാഴ്ച നമുക്ക് അഡ്മിറ്റിന് വേണ്ടിയിട്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കുന്ന റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണ്ടേ. ചെറിയ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇത് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ പോട്ടെ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതേ നമ്മളുടെ ചോറിന് ഇന്ന് സ്പെഷ്യൽ വന്നിട്ട് മത്തി. റിമോട്ട് കയ്യിൽ ഞാൻ ഫിലിം ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതാണ് റിമോട്ട് കയ്യിൽ. ഓക്കെ. അപ്പോൾ ഇതേ മത്തിക്കറി ഉണ്ട്, മത്തി വറുത്തതുണ്ട്, പിന്നെ നമ്മളുടെ എന്താണ് വെണ്ടയ്ക്ക ഉപ്പേരിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട്. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ TV മസ്റ്റാണല്ലോ. അപ്പോൾ ഇതേ ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്, ഒപ്പം TVയും കൂടിയും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആട് 2 ഫിലിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇതേപോലെ കോമഡി ഫിലിം, അങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഫിലിംസ് അങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ഫോണിലാണെന്നുണ്ടെങ്കിലോ TV-യിലാണെന്നുണ്ടെങ്കിലോ ഫുഡ് കഴിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ചിലപ്പോൾ പഴയ ഫിലിമൊക്കെ ആവും കാണാൻ ആഗ്രഹം. അങ്ങനത്തെയൊക്കെ ആവും കാണാൻ ആഗ്രഹം, അല്ലെങ്കിൽ കോമഡി ഫിലിം അങ്ങനെയൊക്കെ ആവും കാണാൻ ആഗ്രഹമില്ല. എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ ഹോബിയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്കൊന്ന് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയുടെ ഡ്രസ്സ് ഷേപ്പ് ആക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വടക്കേകാടുള്ള ഒരു ബോട്ടിക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു ബോട്ടിക്കിൻ്റെ പേരെന്താണെന്നുള്ളത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇറങ്ങുന്ന സമയത്താണ് പേര് നോക്കിയത്. അപ്പോൾ ഇതാണ് കേട്ടോ ബോട്ടിക്ക് വന്നിട്ട്. അപ്പോൾ ഇവിടെ നല്ല എന്താ പറയുക, ചേച്ചി ഇവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ അടിച്ചത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ടൈറ്റ് ആക്കാൻ എന്തോ ഉണ്ട്, ഷേപ്പ് ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് വന്നിട്ട് വീണ്ടും ഷേപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, ഇത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെൻറ്റിനായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇവർ. അപ്പോൾ അത് നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് എന്ത് കളറാണ് ഇത്?
മെറൂൺ അല്ലേ, ഈ ഒരു കളർ. ഇത് ഭയങ്കര വെയിറ്റാണ് കേട്ടോ, ഹെവി വർക്കാണ്. അപ്പോൾ ഇതിന് റെൻറ്റിനൊക്കെ കൊടുക്കുമ്പോൾ എന്താ റേറ്റ് എന്നുള്ളത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പം അതുണ്ട്. പിന്നെ നല്ല എന്താ പറയുക, നല്ല മെറ്റീരിയലും ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പറ്റിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ മാക്സി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ പേരെന്താ, ബി സ്റ്റൈൽ ബൊട്ടിക് എന്നാണ് കേട്ടോ പേര് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ഷേപ്പാക്കാൻ കൊടുത്തു. എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഹലോ, ഒരു ചെക്ക ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരികയാണ് ഈ കാണണേ. അയ്യോ, ഉണ്ണിക്ക് പാമ്പ് കൊടുത്താ? പാപ്പുഞ്ഞാണോ? ഒരു ഹായ് പറഞ്ഞ പിന്നെ ഒരു ഇഡ്ഡലി വാപ്പ് കഴിച്ചോളെ കേട്ടോ. ഒരു ഹായ് പറഞ്ഞ കുഞ്ഞ. ഹായ് ഇന്നുട്ടിയെ, ഹൗ ആർ യു? അയ്യോ, ഹൗ ഓൾഡ് ആർ യു? 2. Come on. അയ്യോ വായോ, മേമയുടെ അടുത്തിച്ച് വായോ. മേമയുടെ കുട്ടിയാണ് ഇത്, സുന്ദരമോനാണ്. മേമയുടെ കുട്ടിയാണ് ഇത്, സുന്ദരമോനാണ്. പിന്നെ നമ്മൾ ബോട്ടിങ്ങിൽ പോയി വരുമ്പോൾ തന്നെ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിലാണ് കഴിച്ചത് കേട്ടോ. വൈകുന്നേരത്ത് നമ്മൾ അവിൽ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയൊക്കെ ഇട്ടിട്ട് അവിലും ചായയൊക്കെ കൂടിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു വാട്ട ഈറ്റിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ അവിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടൻ ചായയിലൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് എത്ര പേർക്ക് ഇഷ്ടമെന്നുണ്ട്. കുറേ പേര് 1-2 പേര് ആൾക്കാരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നൊക്കെയുള്ള കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ അവിലൊക്കെ എടുത്തിട്ട് ഇതേപോലെ കട്ടൻ ചായയിലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയല്ലേ. അവിലും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളേ. അങ്ങനെ അതൊക്കെ കഴിച്ചു ചില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയാണല്ലോ നമ്മളുടെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ കൂടെ നമ്മുടെ അനാറും ഉണ്ട്. അപ്പോൾ അതും കഴിച്ചുകൊണ്ട് ഞാൻ നമ്മളുടെ എഡിറ്റിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടെ. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണ ഈ ഒരു ക്യാമറയിൽ തന്നെയാണ് ഞാൻ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ രാത്രിത്തെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കത്തെ സെയിം തന്നെയാണ്. എക്സ്ട്രാ നമ്മളുടെ മുട്ട വറുത്തതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ മത്തിക്കറിയും മത്തി വറുത്തതും മുട്ട വറുത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് രാത്രി അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ വേറെ നമ്മുടെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡേ എന്നൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. നമ്മൾ നോർമലി ഒരു ദിവസം നമ്മളിപ്പോൾ എന്താ ഉണ്ടായെന്നൊക്കെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് കേട്ടോ. പിന്നെ ഇടയ്ക്കത്തൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ വേറെ സ്പെഷ്യലായിട്ടൊന്നും കാണിക്കാനൊന്നും ഇല്ലാത്ത കാരണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് അടി കഴിഞ്ഞാൽ ചെറിയൊരു മധുരം അത് നിർബന്ധമാണല്ലോ. അപ്പോൾ അടുത്ത വീട്ടിലത്തെ ഒരു ഇക്കാക ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുന്നിട്ടുള്ളൊരു മിഠായി ഉണ്ടായിരുന്നു. ഉള്ളിൽ മറ്റേ ഈത്തപ്പഴത്തിൻ്റെയാണ് കേട്ടോ. ഈത്തപ്പഴം വെച്ചിട്ടുള്ള മിഠായി എനിക്ക് വലിയ താല്പര്യമില്ല. അത് കാരണം മുകളിലത്തെ നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈത്തപ്പഴം എൻ്റെ പുത്രിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം അവൾക്ക് കൊടുത്ത് മുകളിലുള്ള ചോക്ലേറ്റ് ഞാൻ കഴിച്ചു. അവൾക്ക് അങ്ങനെ ചോക്ലേറ്റ് ഞാൻ കൊടുക്കാറില്ല കേട്ടോ, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിയായിരുന്നു കേട്ടോ. വെറുതെ കിടന്നത്, മോളെ ഉറക്കിയിട്ട് അങ്ങനെ കിടന്നതായിരുന്നു. അപ്പോൾ അവളെ കൂടെ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാനിന്ന് രാത്രി ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. പക്ഷേ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് പോണില്ല എന്ന് വിചാരിച്ചു. നാളെ നേരത്തെ ഏട്ടൻ വിളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ നേരത്തെ തന്നെ ഏട്ടൻ വിളിക്കാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മോളിതേ നല്ല ഉറക്കത്തിലാണ്. അവൾ സുഖമായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനും ഉറങ്ങാൻ പോവാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു ചാനലും എന്നൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ബോറടിച്ചോ ഇല്ലേ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാട്ടെ. ഞാൻ സംസാരിക്കാൻ കേൾക്കുന്നില്ലേ, എല്ലാവരും ഉറങ്ങിയിട്ടോ. രാത്രി 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് രസമായിരുന്നോ അതോ ബോറടിപ്പിച്ചോ? ഇനി എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് കുറച്ച് ലെങ്ത്ത് വേണോ
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്, ബൈ.